ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മഴക്കാലമായാൽ ഏറ്റവും കൂടുതൽ കെയർ കൊടുക്കുന്ന ഒരു ചെടിയാണ് 10 മണി മുല്ല. അപ്പോൾ 10 മണി മുല്ല കുറച്ച് കളക്ഷൻ എൻ്റെ അടുത്തുണ്ട്. 10 മണി മുല്ലയുടെ പ്രൂണിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. കൂടുതൽ വെള്ളം തട്ടിയിട്ടുണ്ടെങ്കിൽ 10 മണി മുല്ലകളൊക്കെ പെട്ടെന്ന് ചീഞ്ഞു പോകും. അപ്പോൾ അത് കാരണം നമ്മൾ മഴയത്ത് നിന്നത് മാറ്റി വെക്കണം. എൻ്റെ അടുത്ത് ഇപ്പോൾ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. ഇതുപോലെ നല്ല പൂവിട്ട് നിൽക്കുന്ന സമയമാണ്. നല്ല വെയിൽ കിട്ടുന്ന പുറത്ത് മതിലിലായിരുന്നു ഈ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. മഴക്കാലമായപ്പോൾ ഇതൊക്കെ ഞാൻ വീടിൻ്റെ വരാന്തയിലൂടെ ഇങ്ങനെ വെച്ചിട്ടാണുള്ളത്. ഇവിടെ ആകുമ്പോൾ കുറച്ച് വെയിലും കിട്ടും, എന്നാൽ മഴ കൊള്ളുമില്ല. നല്ല വെയിൽ വേണ്ട ഒരു ചെടിയാണ് കേട്ടോ 10 മണി മുല്ല. അപ്പോൾ ഈ ഒരു സമയമായതുകൊണ്ട് നമ്മൾ മഴയത്ത് നിന്ന് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. ഒട്ടും വെയിൽ കൊള്ളാത്ത ഭാഗത്തേക്ക് മാറ്റി വെക്കരുത്. അപ്പോൾ ചെടികളിലൊരു ഫംഗസ് കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഈ ഒരു റെയിനി സീസൺ ടൈമിൽ നമ്മൾ പ്രത്യേകിച്ച് ഇതിനൊരു വളപ്രയോഗമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലിപ്പോൾ ഓൾറെഡി ഞാൻ വളപ്പൊടിയും അതേപോലെ എല്ലുപൊടിയും ഒക്കെ ഒരു മാസം മുന്നേ ചേർത്തിട്ടുള്ളതായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇനി ഇത് മൊത്തത്തിൽ ഇത് കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിലെ ഇളയ കമ്പുകൾ എടുത്തിട്ട് വേറൊരു പോട്ടിലേക്ക് മാറ്റി നടാണ് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ പൂവിട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു പ്രയാസം ഉണ്ടാവും അല്ലേ, കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്കിത് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മഴക്കാലത്ത് റെയിനി സീസൺ ടൈമിൽ ഇത് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയന്നെ വേണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേറെ പോട്ടിലേക്ക് മാറ്റി സെറ്റ് ചെയ്യാൻ പോവുകയാണ്. നന്നായിട്ട് പൂവിട്ട് നിൽക്കുന്ന ഒരു 10 മണി മുല്ലൻ്റെ ഒരു പോട്ടാണ് ഇട്ടത്. അപ്പോൾ ഇനി ഇത് ഫുള്ളായിട്ട് ഞാനിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താ പറയുക, കട്ട് ചെയ്യുമ്പോൾ നല്ലൊരു വിഷമമൊക്കെ തോന്നും. പക്ഷേ എന്താ പറയുക, നമുക്ക് ഈ ചെടി നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഇത് പ്രൂൺ ചെയ്ത് കൊടുക്കുക വേണം. അപ്പോൾ അത് ഒന്നും നോക്കാതെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് കട്ട് ചെയ്താലേ ഉള്ളൂ പുതിയ കമ്പുകളൊക്കെ വന്നിട്ട് ചെടി നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. കുറേ പൂക്കളും അതേപോലെ തന്നെ മൊട്ടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകും. പക്ഷെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഒക്കെ ഇതേപോലെ കട്ട് ചെയ്ത് കണ്ട് എടുത്ത് കളയുക. കണ്ടില്ലേ, ഈ ചെടി ഇപ്പോൾ ഞാൻ മൊത്തമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ പുതിയ കമ്പുകളൊക്കെ വരും. അപ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള 10 മണി മുല്ല തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഈ ഒരു പോട്ടിൽ ഉള്ള ഈ ചെടി നശിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ഇതിലുള്ള നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു 10 മണി മുല്ലൻ്റെ ചെറിയ ഇളയ കമ്പുകൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക, വേറൊരു പോട്ടിലേക്ക് മാറ്റും ചെയ്യുക. പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതുണ്ടോ, ഇതുപോലെ പൂ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കണ്ട് ഒഴിവാക്കണം. കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് വെട്ടി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു ചെയ്ത പോലെ എല്ലാ പോട്ടിലെയും 10 മണി മുല്ലകൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അപ്പോഴേ നമുക്ക് പുതിയ പ്ലാന്റ്സ് നടാനും പറ്റുള്ളൂ, പുതിയ കമ്പുകൾ വരും ചെയ്യുള്ളൂ. ഇതിനിപ്പോൾ പ്രത്യേകിച്ച് വളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിൻ്റെ മണ്ണൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഈ ഒരു ടൈമിൽ ഇനി പ്രത്യേകിച്ച് വളമയും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. മഴയൊക്കെ അധികം കൊണ്ടിട്ടുണ്ടെങ്കിൽ ചെടികൾ ഇതുപോലെ ഒരു പൂപ്പൽ ബാധയൊക്കെ ഇതിന് വരാനുള്ള ചാൻസ് നല്ലോണം ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ചെടി കണ്ടില്ലേ, ഇത് കുറച്ച് 2-3 ദിവസം മഴയത്ത് ഇരുന്നിരുന്നു. ഇതിൻ്റെ കമ്പുകളൊക്കെ ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ അഴുകി പോകാൻ തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചെടികളിങ്ങനെ നന്നായിട്ട് പൂത്ത് നിൽക്കുമ്പോൾ നമുക്ക് തോന്നും ഇതിപ്പോൾ കട്ട് ചെയ്യണ്ടെന്നൊക്കെ തോന്നും. പക്ഷേ ഇത് കട്ട് ചെയ്തെടുക്കാനുള്ള പറ്റിയൊരു സമയം എന്ന് പറഞ്ഞത് ഈ ഒരു റൈനി സീസൺ ടൈമാണ്. അപ്പോൾ മഴയത്താണെന്നുണ്ടെങ്കിൽ മഴയത്തുനിന്ന് മാറ്റിയിട്ട് വെക്കുക. കുറച്ചൊക്കെ നല്ല സൂര്യപ്രകാശം കിട്ടേണ്ട ചെടിയാണിത്. അപ്പോൾ മഴക്കാലമായതുകൊണ്ട് വെയിൽ കൊള്ളും വേണം, എന്നാൽ മഴയും തട്ടാത്തൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഈ ഒരു ചെടിയും കൂടെ ഞാൻ വെട്ടിയെടുക്കാൻ പോവാണ് കേട്ടോ. നല്ല
ഇത് വെട്ടി കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് പുതിയ കമ്പുകളൊക്കെ ഒന്ന് വീഴുക. നിറയെ മുട്ടൊക്കെ നിൽക്കുന്നുണ്ടാകും, അതൊന്നും കാര്യമാക്കണ്ട. കണ്ണും ചിമ്മിയാണ് വെട്ടുക എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഇപ്പം ഞാനിത് ഓരോന്ന് വെട്ടിയെടുക്കുന്നത്. കാരണം ഇത് വെട്ടിയില്ലെങ്കിൽ പിന്നെ എന്താണെന്നറിയും, ഇത് ഒരു നല്ലതായിട്ട് ഉണ്ടായിട്ട് ഇതിൻ്റെ കമ്പൊക്കെ ഒരു മൂത്തതായി പിന്നെ അത് വേറെ കമ്പുകളൊന്നും വരാതാകും. അപ്പോൾ വെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പുതിയ പുതിയ കമ്പുകൾ ഇതിൽ തന്നെ ഉണ്ട്, പുതിയ കമ്പുകൾ ഉണ്ടാവും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ വെട്ടിയിട്ട് ഇതാ ഈ ഒരു ഇതിൻ്റെ കയ്യിലൊരു കത്രികയാണുള്ളത്. ആ കത്രിക കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഇതിലൊന്ന് പിന്നെ മണ്ണുകളൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക മാത്രം ചെയ്താൽ മതി. ഈ മഴക്കാലമൊക്കെ കഴിഞ്ഞിട്ട് പുതിയ കമ്പുകളൊക്കെ വന്നതിന് ശേഷം വളവും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മതി. ഈ ഒരു 2 പോട്ടിലുള്ള ചെടികൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഇതെങ്ങനെയാണ് വേറെ പോട്ടിലേക്ക് നടേണ്ടത് എന്നും കൂടെ കാണിക്കാം. നമ്മുടെ തൊടിയിലുള്ള മണ്ണാണ് എടുത്തിട്ടുള്ളത്. മണ്ണിൽ കുറച്ച് മണ്ണിൽ മിക്സ് ചെയ്തിട്ടുണ്ട്, കൂടുതൽ മണ്ണും കുറച്ച് മണ്ണിലും മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ 10 മണി മുല്ലൻ്റെയൊക്കെ ചെറിയ കമ്പുകളുണ്ടല്ലോ, ഈ ഒരു ഭാഗത്തുനിന്ന് ഈ ഇലകളൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് പിന്നെ ചെറിയ കമ്പുകൾ ഇതിലിങ്ങനെ കുത്തി കൊടുക്കുക. മൂത്ത കമ്പുകളല്ല കേട്ടോ ഇതിന് വേണ്ടത്, ഇളയ കമ്പുകളാണ് ഇതിന് വേണ്ടത്. ഇളയ കമ്പുകൾ എടുത്തിട്ട് പിന്നെ നടുകയാണ് വേണ്ടത്. ഞാൻ നട്ടതിന് ശേഷം നമ്മൾ വേറൊരു ഭാഗത്തേക്ക്, മഴയൊന്നും കൊള്ളാത്തൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ചെടികൾ നഷ്ടപ്പെട്ടാലും നമുക്ക് ഇതിന് എന്ത് ചെയ്യുക, തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെ ഈ ചട്ടിയിൽ നിറയെ കുത്തി മാറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ കുറച്ച് കമ്പുകളൊക്കെ ഞാൻ ഇതിലേക്ക് മാറ്റി നട്ടിട്ടുണ്ട്. കൂടുതലായിട്ട് വളവും കാര്യങ്ങളൊന്നും ഈ ഒരു ടൈമിൽ ഇപ്പോൾ ഇത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെത്തുന്നത് നഷ്ടപ്പെടുമോ, എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഇത് നഷ്ടപ്പെടുമോ എന്ന് കരുതിയിട്ടാണ് ഞാൻ വേറെ പോട്ടിലേക്ക് ഇത് മാറ്റുന്നത്. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.